10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സോഷ്യൽ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ബാലികേറാമലയായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സോഷ്യലത്തെ കാര്യങ്ങൾ, അതായത് സോഷ്യലിൽ നമുക്ക് മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഓരോ പാഠങ്ങളിലും എന്തൊക്കെ കാര്യത്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വായിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ ഓരോ പാഠങ്ങളിലെയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഓരോ പാർട്ടായിട്ട് ഓരോ ക്ലാസ്സിൻ്റെ രൂപത്തിലാണ് ഈ ചാനലിൽ കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹിസ്റ്ററിത്തെ ഫസ്റ്റ് പാഠത്തെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ പറയുന്നത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അതാണ് ഹിസ്റ്ററിത്തെ ഫസ്റ്റ് ചാപ്റ്റർ. ആദ്യകാലത്ത് പറഞ്ഞാൽ പല നാട്ടിലും സാധാരണക്കാർക്ക് നാം ഇന്ന് അനുഭവിക്കുന്ന പോലത്തെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ അവർ സമരമാർഗങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. ചിലർ സഹനത്തിൻ്റെ മാർഗങ്ങൾ സ്വീകരിച്ചപ്പോൾ ചിലർ സായുധ സമരത്തിൻ്റെ മാർഗമാണ് സ്വീകരിച്ചത്. സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് സമരങ്ങളിലൂടെ അവർ ശ്രമിച്ചത്. അതുകൊണ്ടാണ് അവ വിപ്ലവങ്ങൾ എന്നറിയപ്പെട്ടത്. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം എന്ന് പറയുന്നത് നവോത്ഥാനമാണ് പ്രധാന ഘടകം. നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി. അതിലൂടെ അവർ യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്തു. നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിൻ്റെ ഉദയത്തിന് കാരണമായി. ജ്ഞാനോദയം എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ്. ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകൾ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണ് എന്ന് അഭിപ്രായപ്പെട്ടു. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. ഏത് ചിന്തകളാണ് ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചത്? സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. ഈ എതിർപ്പുകളാണ് പല നാടുകളിലും ജനകീയ വിപ്ലവങ്ങളായിട്ട് വികസിച്ചത്. അതായത് ജനങ്ങൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായപ്പോൾ അവർ വിപ്ലവങ്ങളുമായിട്ട് മുന്നോട്ടിറങ്ങി. അത്തരം ചില വിപ്ലവങ്ങളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം എന്നിവ. ഈ 5 വിപ്ലവങ്ങളെക്കുറിച്ചാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഓരോ വിപ്ലവങ്ങളെക്കുറിച്ചിട്ടും നമ്മൾ പാർട്ടായിട്ട് പഠിച്ചുകൊണ്ട് വരാം. ഈ പാർട്ടായിട്ട് നമുക്ക് ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.